എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ എന്താ പറയുക പാദരക്ഷകളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. എനിക്ക് കാലിന് കുറച്ച് വേദനയുണ്ട്, കുറേ കാലമായിട്ടുള്ള വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പുകളിങ്ങനെ മാറി മാറി വാങ്ങും. വലിയ വിലയുടെ ഒന്നും വാങ്ങില്ല. 10, 300, 250 അങ്ങനെയൊക്കെയുള്ള ചെരുപ്പുകളെ അധികവും ഞാൻ വാങ്ങിക്കാറുള്ളൂ. വലിയ വിലയുള്ളത് വാങ്ങിക്കാറില്ല. അങ്ങനെ വാങ്ങി ചിലത് എൻ്റെ കാലിന് നല്ല സുഖമായിരിക്കും ഇട്ടാൽ. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് എനിക്കത് മനസ്സിലായത്. എന്താ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഫാസിയാറ്റിസ് എന്നും പറയുന്നുണ്ട്, ഫേഷ്യാറ്റിസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു അസുഖമാണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ഒരുപാട് ചെരുപ്പുകളുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ഇടുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. കാരണം കാലിന് അവിടെ നിന്ന് ഇട്ട് നോക്കിയാലൊക്കെ എനിക്ക് പറ്റും തോന്നും. പക്ഷേ വീട്ടിലെത്തിയിട്ട് കുറച്ച് നടന്നു തുടങ്ങിയാൽ എനിക്കത് ഒട്ടും കംഫർട്ടബിളായിട്ട് തോന്നില്ല. അപ്പോൾ ഇത് കുറേ പേർക്ക് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് ഏജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറോട്, പിന്നെ അതുപോലെ ഒരുപാട് എനിക്ക് ഒരുപാട് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തൈറോയ്ഡ് TSH ഒക്കെ കൂടി അങ്ങനെ കുറച്ച് വെയിറ്റ് ഗെയിൻ വന്നു. അപ്പോൾ വെയിറ്റ് കൂടുന്ന സമയത്തും ഈ ഒരു അസുഖം വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വളരെ വലിയ വിലയൊന്നും ഇല്ലാത്ത 10, 400, 200, 300 അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള ചെരുപ്പുകൾ കുറേ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഒരു 500-ൻ്റെ ആ ഒരു റേഞ്ചിലുള്ള ചെരുപ്പുകൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അതും സോഫ്റ്റായിട്ട് നമുക്ക് ഇടാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം. ഇപ്പോൾ പലപ്പോഴും എനിക്ക് ചെരുപ്പുകൾ കിട്ടാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അത്തരത്തിലുള്ള ചെരുപ്പുകൾ. കാരണം ഇതിലൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കട്ടോ. അധികം വർത്താനം പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ചെരുപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറേ കാലം ഇട്ടുകൊണ്ടിരുന്ന ഒരു ചെരുപ്പാണ്. ഇതൊരു കോർക്കാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് കംഫർട്ടബിളാണ് കേട്ടോ. ഈ ഒരു ചെരുപ്പ് കുറച്ച് കംഫർട്ടബിളായിട്ടുള്ള ചെരുപ്പാണ്. ഞാൻ കുറേ ഇട്ടതായതുകൊണ്ട് ഈ മഴക്കാലത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലത്ത് അത് അധികം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഇതൊരു ക്രീം കളറാണ് കേട്ടോ. ഞാൻ കഴുകിയതാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കില്ല ഇങ്ങനെ ചളിയൊക്കെ ആക്കി കൊണ്ടുവച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കഴുകി, അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ. ഇത് ക്രീം കളറാണ് കേട്ടോ. ക്രീമിലൊരു ഗോൾഡൻ ഡിസൈനാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഈ ഫ്ലാറ്റ് ഹീൽസ് എന്ന് പറയില്ലേ, അതാണിത്. ഇത് കുറച്ച് കംഫർട്ടബിളായിട്ടുള്ള ചെരുപ്പാണ്. പക്ഷേ മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേട്ടോ. അപ്പോൾ ഇതും ഒരു 350, 400, 400 ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് വീണു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇത് ഞാൻ വണ്ടിയിലാണ് അധികവും പോവുക. എനിക്ക് നട്ടെല്ലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കാറിലാണ് യാത്ര അധികവും. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ചെരുപ്പിടാറില്ല. അപ്പോൾ ചെരുപ്പ് അഴിച്ചു വയ്ക്കും. അപ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ എപ്പോഴും ഒരു ചെരുപ്പ് വീണുപോയി. ഇപ്പോൾ ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതും അതേമാതിരി തന്നെയുള്ള ചെരുപ്പാണ്. ഇതൊരു 450, 500 ആ ഒരു റേഞ്ചിലുള്ള ചെരുപ്പാണ്. ഇതും 500 ഉള്ളതെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ സാധാരണയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നല്ല സോളാണ്. അപ്പോൾ ഈ നമ്മൾ സോള് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത് MCR ചപ്പൽസ് എന്ന് പറഞ്ഞിട്ടാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്കത് ഇട്ടിട്ട് അത്ര ഒരു കംഫർട്ട് തോന്നിയില്ല. പക്ഷേ അതിലും കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയത് മറ്റ് ചില സോളാണ്. റബ്ബർ സോളൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ചേച്ചി പറയുന്നത് പ്രകാരമാണെങ്കിൽ MCR, അതുപോലെ EVA, അതുപോലെ TPR, റബ്ബർ. അപ്പോൾ ഇത്രയും സോൾസാണ് ഈ ഒരു അസുഖത്തിന് പറ്റുക. അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ സോൾ എന്ത് മെറ്റീരിയലാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടേ വാങ്ങിക്കാവൂ. ഒന്നുകിൽ MCR ആയിരിക്കണം, അതല്ലെങ്കിൽ EVA, അതും കംഫർട്ടബിളാണെന്ന് എനിക്ക് തോന്നി, ഞാൻ വാങ്ങിയിട്ട് കേട്ടോ. പിന്നെ TPR, ഇപ്പോൾ ഇതൊക്കെ EVA അങ്ങനെയുള്ള സോൾസാണ്. പിന്നെ TPR എന്ന് പറയുന്ന സോളുണ്ട്. പിന്നെ റബ്ബർ സോൾസ്, അതും കംഫർട്ടബിളാണ്. അപ്പോൾ ഇതാണ്
അടുത്ത ഒരു ചെരുപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് മഴയത്തൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ചെരുപ്പാണ്. ഇത് കുറച്ച് ബാറ്റയുടെയാണ്, 500 ആ ഒരു റേഞ്ചിലുള്ള ചെരുപ്പാണ്. നല്ല സുഖമാണ് ഇത് ഇടാൻ. ഇങ്ങനെ കുറച്ചിങ്ങനെ എന്താ പറയുക, ഇവിടെ കുറച്ച് ഉയർന്നിട്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആർച്ച് ഏരിയയ്ക്ക് നല്ല സപ്പോർട്ട്, അത്യാവശ്യം സപ്പോർട്ട് കിട്ടും. പക്ഷേ ഇതിങ്ങനെ കുറച്ച് കുഴിഞ്ഞു പോകും കേട്ടോ ഇടുന്ന സമയത്ത്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു ചെരുപ്പാണ്, നമുക്ക് ഇട്ട് നടക്കാം, വേദന കുറയും, അങ്ങനെയുള്ള ഒരു ചെരുപ്പാണ് ഇത്. അപ്പോൾ എല്ലാവരും ചെരുപ്പ് വാങ്ങുമ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ശ്രദ്ധിക്കണം, എന്താണ് സോൾ. അതൊന്ന് ഗൂഗിളിൽ തപ്പിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട്, നിങ്ങളുടെ ഡോക്ടറോട്, ഓർത്തോപീഡീഷ്യനോടോ അല്ലെങ്കിൽ പൊഡിയാട്രിസ്റ്റിനോടോ ചോദിച്ചിട്ട് മാത്രം ചെരുപ്പുകൾ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്കത് വലിയ പണി കിട്ടും ഏജ് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചെരുപ്പും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് കംഫർട്ടബിളായിട്ടുള്ള കുറേ ചെരുപ്പുകളുണ്ടല്ലോ, അത്. പിന്നെ ഇപ്പോൾ ഞാൻ അടുത്ത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയ ചെരുപ്പാണ്. ഇതൊക്കെ റബ്ബർ സോളാണ് കേട്ടോ, റബ്ബറാണ് ഇതിൻ്റെ സോള്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഉയർന്നിരിക്കും, കണ്ടില്ലേ, ഈ സൈഡ് കണ്ടില്ലേ, ഈ ആർച്ചിന് കുറച്ച് നല്ല സപ്പോർട്ട് കിട്ടും നമുക്കിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെയിൻ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച 2 ചപ്പലാണ്. ഇത് ലവ് ഹഷ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. ഇതിൻ്റെ മുകളിൽ 999 ആണ് വില, എങ്കിലും 399 കേട്ടോ വില, അത്രയേ ഉള്ളൂ. 399 എന്ന് പറഞ്ഞാൽ 400 തന്നെ, 400. ഇത് ക്ലോത്ത് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ക്ലോത്താണെന്ന് തോന്നുന്നു, ഒരു സിൽക്കി ടൈപ്പ് ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് ഉപയോഗിക്കാം, വീട്ടിനുള്ളിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. റബ്ബർ സോളാണ്. അപ്പോൾ ചെരുപ്പ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ നമ്മുടെ കാലിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സോൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ആർച്ചിന് നല്ല സപ്പോർട്ട് കിട്ടും. നമ്മുടെ കാലിൻ്റെ നടുവിലൊരു ആർച്ചില്ലേ, ആ ആർച്ചിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു ചെരുപ്പാണ് ഇത്. പിന്നെ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്യണം കേട്ടോ, അതാണ് അടുത്ത ഒരു ചെരുപ്പ്. അതുപോലെ തന്നെ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റീസെൻ്റായിട്ട് വാങ്ങിയ കേട്ടോ, കാരണം അകത്ത് നിന്നിടാൻ വേണം. പുറത്ത് നമുക്ക് നടക്കുമ്പോൾ എപ്പോഴും ചെരുപ്പിട്ടിട്ടേ നടക്കാവെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്ക് നടക്കാൻ തീരെ വയ്യാതായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഡോക്ടറെ കണ്ടത്, ഓർത്തോപെഡിക്സ് കണ്ടു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ചെരുപ്പ് എപ്പോഴും ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ രാവിലെ എണീറ്റ് ഉടനെ നമ്മൾ ചെരുപ്പിടരുത് കേട്ടോ. ചെരുപ്പിടാതെ നമ്മൾ ഭൂമിയിൽ കാല് കുത്തിയിട്ട് വേണം നമ്മൾ നടക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് അടുത്തത്. അതേ കമ്പനി തന്നെ, ലവ് ഹഷ് എന്ന് പറയുന്ന കമ്പനി തന്നെ. 999 തന്നെയാണ് അവർ വില കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത്ര വില ഇല്ല കേട്ടോ. ഇവിടെ ആർച്ചിന് നല്ല സപ്പോർട്ടുള്ള ചെരുപ്പാണ്. ഇതും റബ്ബർ സോളാണ്, കണ്ടില്ലേ. അധികം ഇങ്ങനെ എങ്ങിപ്പോവില്ല, എങ്കിലും നല്ല കംഫർട്ടബിളാണ് ഇത് നടക്കാൻ. അപ്പോൾ ഇത് നമുക്ക് അകത്തിടാം, പുറത്തേക്ക് പോകുമ്പോൾ ഇടാം. പുറത്തിപ്പോൾ നമ്മളൊക്കെ നടക്കുന്ന സമയത്ത് ഇത് നനഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് കാറിലൊരു ചെരുപ്പ് വേണം. കാരണം കാറിൽ ഞാൻ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് സാധാരണ ഓടിക്കുക. അപ്പോൾ അധികവും ഞാൻ ചെരുപ്പിടാതെ നടക്കുന്നത് കൊണ്ട് എന്താ പറയുക, ചെരുപ്പിടാൻ മറന്നു പോകും വണ്ടിയിലാവുമ്പോൾ. അങ്ങനെ എനിക്ക് ചില ചെരുപ്പുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ചെരുപ്പെടുക്കാൻ മറന്നു പോയിട്ട് വാങ്ങിയ ഒരു ചെരുപ്പാണ് ഇത്. ഇതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. ഇതിന് വലിയ വിലയില്ല. എത്ര 100 200 അങ്ങനെ എന്തോ ആയിരുന്നു, എന്തോ റിഡക്ഷൻ സെയിൽ അങ്ങാണ്ടായിരുന്നു അവിടെ. ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ചെരുപ്പാണ്. എങ്കിലും ഈ അസുഖം മാറിയാൽ ഇടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഹീലും ഉണ്ട്, ഫ്ലാറ്റ് ഹീലല്ല, കുറച്ചൊരു ഹീലുണ്ട്. എനിക്ക് ഹീലുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. 200 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ. ഇതിന് വളരെ വിലക്കുറവാണ്. ഒരു പ്ലാസ്റ്റിക് ഇതാണ്, സ്ട്രാപ്പാണ് ഇതിൻ്റെ. പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ വരിഞ്ഞ് വന്നിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടാൽ നല്ല ലുക്കുള്ള ഒരു ചെരുപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നല്ല സോളൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് എൻ്റെ മക്കൾ വാങ്ങിച്ചു തന്നാണേ. ഇത് കുറച്ച് പഴയതായി. ഇപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു തുടങ്ങി. എല്ലാം ഉരിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാണ്ട് പിടിച്ചോണായിട്ടുണ്ട്. ഇപ്പം ഇത് കംപ്ലീറ്റ് ഉരിഞ്ഞാൽ ശരിയായി, ഒരേ കളറായി. അപ്പോൾ ഇത് കുറച്ച് വില പിടിച്ച ചെരുപ്പാണ് കേട്ടോ. ഞാൻ ഇത്രയും വിലയുള്ളൊന്നും വാങ്ങിക്കാറില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിക്കുന്നത്. എൻ്റെ കല്യാണത്തിന് വാങ്ങിയിട്ടുണ്ട് തോന്നുന്നു, അല്ലാതെ ഞാനൊരു വിലയുള്ള ചെരുപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല. ഇതെത്ര 2000 രൂപയുടെ അടുത്ത വിലയുണ്ട് ഇതിന്, 1800 അങ്ങനെ എന്തോ ആണ്. പിള്ളേർക്ക് പിന്നെ പൈസ അവർ നോക്കില്ലല്ലോ, അവർ
അങ്ങനെയാണ്. അപ്പോൾ അവർ വാങ്ങിച്ചു തന്നതാണ്. മക്കൾ വാങ്ങിച്ചു തന്നുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതും കുഴപ്പമില്ല, സോളൊന്നും അത്ര കുഴപ്പമില്ലാത്ത സോളാണ്, ഞാനിട്ട് നടക്കാറുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഈ അസുഖം വന്നതിന് ശേഷം എനിക്കിതൊന്നും ഇടാൻ പറ്റുന്നില്ല. അസുഖം മാറിയാൽ പിന്നെ നമുക്ക് ഇടാൻ പറ്റും, അതാണ്. അപ്പോൾ ചെരുപ്പുകൾക്ക് എനിക്ക് ഒരുപാട് കാശ് ഇങ്ങനെ വെറുതെ പോകാറുണ്ട്, കാരണം ഒന്നും കംഫർട്ടബിൾ ആവില്ല. അടുത്ത ഇതാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ബാറ്റയിൽ പോയപ്പോൾ വാങ്ങിയ ഒരു ചെരുപ്പാണ്. എനിക്ക് അവിടെ നിന്ന് ഇട്ടപ്പോഴൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് തോന്നി, കുഴപ്പമില്ല. എനിക്ക് ഈ വേദന മാറിക്കഴിഞ്ഞാൽ ഇടാൻ പറ്റും തോന്നുന്നു. അവിടെ നിന്ന് ഇട്ടപ്പോൾ നടന്നപ്പോഴൊന്നും എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ സോൾ ഉണ്ടല്ലോ കുറച്ച് ഹാർഡാണ്. ഈ ഹാർഡ് സോൾ നമ്മൾ ഉപയോഗിക്കരുത്, വേദനയുള്ള ആൾക്കാർ. വേദന പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ കുറച്ച് ഉയർന്നിട്ടാണുള്ളത്, കണ്ടില്ലേ, ആർച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടാം, അത്ര തന്നെ. ഇപ്പോൾ ഇടാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അസുഖം മാറിയിട്ട് വേണമെങ്കിൽ ഇടാം, നീർക്കെട്ടൊക്കെ പോയിട്ട്. കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പൊള്ള പോലെ ഇങ്ങനെ വീർത്ത് വരും, മടമ്പ് എന്ന് പറയില്ലേ, കാലിൻ്റെ ഹീലിൻ്റെ ചോട്ടിൽ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതും അതേ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല സുഖമുണ്ട് ഇടാൻ. കാലിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചെരുപ്പ് പോലത്തെ ചെരുപ്പാണ്. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെ വിലയും അതുപോലെ തന്നെയാണ്, 200 സംതിങ് അത്രയേ ഉള്ളൂ. 200 ആണോ 300 ആണോ അങ്ങനെ എന്തോ വില മാത്രമേ ഉള്ളൂ, വലിയ വിലയില്ല. മഴയത്ത് അധികം നനയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുണ്ടാവില്ല. എങ്കിലും വണ്ടിയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അധികം നനയുണ്ടാവില്ല, അതുകൊണ്ട് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ടുള്ള നല്ല ലുക്കും ഉണ്ട് അല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് അത്ര വിലയില്ല കേട്ടോ, 300 ആണോ അങ്ങനെ എന്തോ ആണ് വില, വളരെ കുറഞ്ഞ വിലയുള്ളൂ. പക്ഷേ നല്ല സുഖമുള്ള, എന്താ പറയുക, ചവിട്ടാൻ നല്ല സുഖമുണ്ട്, അതാണ് ഇതിനും അത്രയേ വിലയുള്ളൂ. മീഷോ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ. മീഷോയിൽ പൊതുവേ പലതിനും വില കുറവാണ്. കണ്ടോ, ഈ സോൾ ഇങ്ങനെ കുറച്ച് ഞെങ്ങുന്ന സോളായിരിക്കണം. ഭയങ്കര ഹാർഡായിട്ടുള്ള സോളാണെങ്കിൽ കാലിന് ഒട്ടും പറ്റില്ല. ഇത് തോങ് മോഡലിനാണ് പറയുക അതിന്, ഇവിടം വരെ ഇങ്ങനെയുള്ളതിന് തോങ് എന്നാണ് അവർ പറയുന്നത്. കറക്റ്റ് എനിക്കറിയില്ല, അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇത് വളരെ കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് കുറേയായി. പിന്നെ ഞാൻ വാങ്ങിച്ച കുറേ ഷൂ ഉണ്ട്. ഇത് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഷൂ ആണ് കേട്ടോ. അത് സാധാരണ ഓർഡിനറി ഷൂ ആണ്, 10,000 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ഷൂ ആണ്. സുഖമാണ്, ഇടാനൊക്കെ സുഖമുള്ള ഒരു ഷൂ ആണ്. വലിയ വിലയില്ലാത്തതാണ്, അധികം വിലേൻ്റെ അല്ല. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെയുള്ള ഷൂകൾ, ഇതൊക്കെ ഞാൻ ഇട്ട് വെച്ചാണ് കേട്ടോ, ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഷൂ. ഇത് സാധാരണ നമ്മൾ കാണുന്നതാണ്. ഇതിൻ്റെ സോള് വളരെ കണ്ടോ ഇങ്ങനെ, ഇത് PVO അല്ല EVA അങ്ങനെ എന്തോ മെറ്റീരിയലാണിത്, EVA ആണെന്ന് തോന്നുന്നുണ്ട്, അതെ. അപ്പോൾ ഇതും വളരെ സൗകര്യമുള്ള ഒരു മെറ്റീരിയലാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഷൂ ഇടുമ്പോൾ നമുക്ക് ഇൻസോൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പാഡ്സ് കിട്ടും. ഈ അസുഖമുള്ളവർക്ക് ഇൻസോൾ എന്നാണ് പറയുക അതിന്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, സുഷമ, അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ആദ്യം. അപ്പോൾ ഞാൻ ഇതിൽ തപ്പിയ സമയത്ത് കണ്ടു, ഗൂഗിളിൽ തപ്പിയപ്പോൾ കണ്ടു ഇങ്ങനെ ഇൻസോൾ, ഈ സോളിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ ഇറക്കി വയ്ക്കാം, അത്തരത്തിലുള്ള ഒരു പാഡ്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷൂ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒന്നും കൂടെ അല്ല. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഇതും മക്കൾ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ട്രെഡ്മില്ല് വാങ്ങിയിരുന്നു. അപ്പോൾ ആ ട്രെഡ്മില്ലിൻ്റെ മുകളിൽ നടക്കാൻ വേണ്ടിയിട്ട് അന്ന് മകൻ വാങ്ങി തന്നതാണ്, മൂത്ത മകൻ കേട്ടോ. ഇത് കുറച്ച് വിലയുള്ളതാണ്, 2,500 3,000 അങ്ങനെ എന്തോ ഉണ്ട് വില ഇതിന്. നല്ല ഷൂ ആണ്, സുഖമാണ് ഇടാൻ. പിന്നെ ഈ സ്ട്രാപ്പുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ അധികം ഈ സ്ട്രാപ്പുള്ളത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ കുറച്ചായി നടക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഈ കാലിൻ്റെ പ്രശ്നം കൊണ്ട് ഡോക്ടർ എന്നോട് നടക്കരുതെന്ന് പറഞ്ഞു, ട്രെഡ്മില്ലിൽ നടക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കാറില്ല, അതിൽ നടക്കാറില്ല. സാധാരണ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് കൂടെ നടക്കാനാണ് പറയുന്നത്. ഇപ്പോൾ പ്രായമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാലിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എന്താ പറയുക, ഡോക്ടറെ കണ്ടിട്ട് മാത്രം തീരുമാനിക്കുക. ഇതും അതുപോലെ ഒരു പരീക്ഷണമായിരുന്നു. കാലിന് സുഖമില്ലാതെ ഇങ്ങനെ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ഷൂ ആണിത്. പക്ഷെ പോകുമ്പോൾ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ, ഷൂ എടുത്തില്ല, ചെരുപ്പ് മാത്രം എടുത്ത് പോയി.
വെള്ളത്തിലൊക്കെ ചവിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു ഷൂ. ഇത് ബാറ്റയുടെയാണ്. നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ എഡ്ജ് കൊണ്ടിട്ട് എൻ്റെ കാല് കുറച്ചൊന്ന് മുറിഞ്ഞിരുന്നു, ചെറുതായിട്ട് മുറിഞ്ഞിരുന്നു. 4 ദിവസം കഴിയുമ്പോൾ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ തുടർച്ചയായിട്ട് ഇട്ടിട്ടില്ല. കുറച്ച് ദിവസം ഉപയോഗിച്ചിരുന്നു പുറത്തേക്കൊക്കെ പോകുമ്പോൾ, അത്രയേ ഉള്ളൂ. നടക്കാൻ പോകുമ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയത്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, എനിക്ക് മറന്നുപോയി എടുക്കാൻ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഷൂ. ഇത് ബാറ്റേൻ്റെയാണ് കേട്ടോ, ക്വാളിറ്റി ഉള്ളതാണ്, സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് ഞാൻ ഡെക്കാത്ലണിലാണോ അല്ല കോസ്മോസിൽ പോയപ്പോൾ വാങ്ങിയ ഒരു ഷൂ ആണ്. ഈ ഷൂ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നടക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വെറുതെ ഒന്ന് ഉള്ളിലേക്ക് കാലിട്ടിട്ട് നടക്കാൻ പറ്റിയതാണ്. ഉള്ളിൽ വളരെ സോഫ്റ്റാണ്. ഇതാണിപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയ ഒരു സ്പോർട്സ് ഷൂ ആണ്. നടക്കാൻ പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഷൂ ആണ് ഇത്. ഇതിനും അതെ, അത്ര വിലയൊന്നുമില്ല, 700-800 അങ്ങനെ ഒരു റേഞ്ചിലൊക്കെ ഉള്ളൂ. വലിയ വിലയൊന്നുമില്ല, അത്രയാണ്. ഞാൻ പറഞ്ഞില്ല, വലിയ വിലയുള്ളത് ഞാൻ വാങ്ങിക്കാറില്ല. അപ്പോൾ അതിലേറ്റവും വിലയുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബാറ്റേന്ന് വാങ്ങിയ ആ ഒരു ചെരുപ്പാണ്. അതിന് നല്ല വിലയുണ്ട്. ഈ ഒരു ചെരുപ്പ് ഇതെനിക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല, മഴ കഴിഞ്ഞിട്ട് ഇടാം. മഴയത്തത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും അപ്പോഴേക്കും എൻ്റെ വേദനയും മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ, ആർച്ച് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ഹീൽസ് ആയിരിക്കും കുറച്ചും കൂടെ പ്രായമുള്ളവർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ഹീൽസാണ് എനിക്ക് അല്ല, കുറച്ചൊരു പ്ലാറ്റ്ഫോം ടൈപ്പ് ചെരുപ്പുകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ടൈപ്പ് ചെരുപ്പുകൾ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ഉയർന്ന് നിൽക്കുകയും ചെയ്യും. സോളിന് നല്ല സുഖമായിരിക്കും. അപ്പോൾ അത് സോൾ എപ്പോഴും നിങ്ങൾ നോക്കിയിട്ടേ വാങ്ങിക്കാവൂ. ഇത് പുരുഷന്മാർക്കും ബാധകമാണ് കേട്ടോ, ഇങ്ങനെയുള്ള ഈ സോളിൻ്റെ കാര്യം. പുരുഷന്മാർക്കും ഇത് വരാം, ഈ ഒരു അസുഖം വരാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് വാങ്ങുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറേ കാശ് കൊണ്ടേ കളയും. ഞാൻ പിന്നെ വില കുറഞ്ഞത് വാങ്ങുന്നതുകൊണ്ട് 300, 200, 250 അങ്ങനെയുള്ള ചെരുപ്പുകളാണ് അധികം വാങ്ങിക്കുക. അതുകൊണ്ട് എനിക്ക് അധികം കാശ് പോയില്ല. അതുകൊണ്ട് നിങ്ങൾ കാലിനുള്ള വേദന ഒരിക്കലും വെച്ച് താമസിപ്പിക്കരുത്. ഉടനെ തന്നെ ഡോക്ടറെ കാണാം, ഒരു നല്ല ഡോക്ടറെ കാണാം. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, പക്ഷേ അന്ന് എനിക്ക് കാലിൻ്റെ ചോട്ടിലല്ലായിരുന്നു വേദന, മുകൾ ഭാഗത്തായിരുന്നു വേദന. പക്ഷേ അതെന്താണ് സംഗതി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ അന്നൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.